ഇന്ന് തൊടുക്കൊന്നിറങ്ങിയതാണ്. ചേമ്പും തണ്ട് നോക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങി. അപ്പോൾ ചേമ്പ് തണ്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കത്തി കൊടുന്ന് ചേമ്പും തണ്ട് വെട്ടിയെടുക്കാം. അങ്ങനെ നമ്മൾ ചേമ്പും തണ്ട് വെട്ടിയിട്ടുണ്ട്. ഇന്ന് സ്പെഷ്യൽ ചേമ്പും തണ്ട് ഇട്ടിട്ടുള്ള സ്പെഷ്യൽ കൂട്ടാനാണ്. നമ്മളതിന് പടുകൂട്ടാൻ എന്നാണ് പറയാറ്. അപ്പോൾ എങ്ങനെയാണ് പടുകൂട്ടാൻ ഉണ്ടാക്കുക നമുക്ക് നോക്കാം. ചേമ്പും തണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മളത് അതിൻ്റെ ഇലകളൊക്കെ മാറ്റി നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇതിൻ്റെ തൊലി നമ്മളിങ്ങനെ കളഞ്ഞു കൊടുക്കണം. ഇതേപോലെ കളഞ്ഞെടുക്കാം. നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് നമ്മൾ കളഞ്ഞെടുക്കുന്നത്. ഈ തോല് ഇങ്ങനെ കളഞ്ഞ് മാറ്റിയതിന് ശേഷം നമുക്ക് ഇത് ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്യാം. ഇതൊരു സ്പോഞ്ച് പോലെയാണ്. ഇത് വേഗം അലിഞ്ഞ് പോവും. വെള്ളത്തിൽ നമ്മൾ ഒരു വിസിൽ തന്നെ വേവിച്ചാലേ ഇത് അലിഞ്ഞു പോവും. ഇത് കണ്ടില്ലേ, ഒരു സ്പോഞ്ച് പോലെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ. ഇത് നമുക്ക് ഒരു കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. കുറച്ച് ഉപ്പിട്ടിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് ഒരു വിസിൽ പാകത്തിന് വേവിച്ചെടുക്കാം. ഇനിയാണ് നമ്മുടെ കൂട്ടാനിലേക്കുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് കപ്പ, പിന്നെ ഉണ്ണിത്തണ്ട്, പിന്നെ പപ്പായ, പിന്നെ ചെറിയ കായ, പച്ചക്കായ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് നമ്മളൊരു പടുകൂട്ടാൻ എന്ന് പറഞ്ഞ സംഭവമാണ്. നമ്മളെ ഏരിയയിൽ ഇതിന് പടുകൂട്ടാൻ എന്നാണ് പറയാറ്. വളരെ പോഷകസമ്പന്നമായ ഈ ഒരു കൂട്ടാനാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ് നമ്മൾ കണ്ടത്, ചേമ്പും തണ്ട് വേവിച്ചെടുക്കൽ. ഇനി നമുക്ക് കപ്പ വൃത്തിയാക്കാം. കപ്പ ഇതുപോലെ തൊള്ളി കളഞ്ഞ് നമുക്ക് ചെറുതായി കൊത്തി എടുക്കാം. ഇതുപോലെ കൊത്തിയെടുക്കാം. കപ്പ ഇങ്ങനെ കഷ്ണങ്ങളാക്കിയതിന് ശേഷം നമുക്ക് വെള്ളത്തിൽ ഇട്ട് വെക്കാം. അപ്പോൾ കപ്പയിലെ സ്റ്റാർച്ച് മാറി പോയിക്കോളും. പിന്നെ നമുക്ക് പപ്പായ, ഇതും നമ്മളെ തൊടിയിൽ നിന്ന് കിട്ടിയ പപ്പായയാണ്. അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ കുരുവെല്ലാം കളഞ്ഞ് നമുക്ക് വൃത്തിയാക്കി എടുക്കാം. ഇത് നമ്മുടെ തൊടുന്ന് തന്നെ കിട്ടുന്ന സംഭവങ്ങളായതുകൊണ്ട് വളരെ ഹെൽത്തി ആയ ഒരു വിഭവമാണ് ഇത്. അപ്പോൾ എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം. ഈ വെക്കേഷൻ ഇങ്ങനെയൊക്കെ നമുക്ക് പല പരീക്ഷണങ്ങളും നടത്താം. അപ്പോൾ ഇങ്ങനെ
കഷ്ണങ്ങളാക്കി എടുക്കാം. അത്യാവശ്യം വലിയ കഷ്ണങ്ങളാക്കി ചേർക്കാം. ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്ത് എടുക്കുന്നത്. ഇനി നമുക്ക് പച്ചക്കായ കട്ട് ചെയ്യാം. ഇതുപോലെ തോല് കളഞ്ഞ്, ഇതും നമ്മളെ തൊടുവിലുണ്ടായതാണ്. തോല് കളഞ്ഞിട്ട് വെള്ളത്തിൽ കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെക്കാം. ഇതുപോലെ ഈ ഒരു വലിപ്പത്തിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഉണ്ണിത്തണ്ട് ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കാം. ഇത് നല്ല സോഫ്റ്റ് ഉണ്ണിത്തണ്ടാണ്. ഇതും നമ്മളെ തൊടിയിൽ നിന്ന് കിട്ടിയതാണ്. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത പച്ചക്കായൻ്റെ ഉണ്ണിത്തണ്ടാണിത്. ഇത് ഇതുപോലെ ഇങ്ങനെ ഇതിൻ്റെ നൂല് കളഞ്ഞ് നമുക്കിങ്ങനെ അടുക്കി അടുക്കി വെച്ച് പിന്നെ നമുക്ക് സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ഉണ്ണിത്തണ്ടാണ്. ഇതുപോലെ കട്ട് ചെയ്യാം. ഇതുപോലെ കട്ട് ചെയ്താൽ വേഗം തീരും. എന്നിട്ട് വെള്ളത്തിലേക്ക് മാറ്റാം. കളറ് ചേഞ്ച് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളത്തിലേക്ക് മാറ്റുന്നത്. അപ്പോൾ ഉണ്ണിത്തണ്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളെ ചേമ്പും തണ്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 സ്പൂൺ മുളക് പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം നമ്മൾ കട്ട് ചെയ്ത ഇൻഗ്രീഡിയൻസ് ഓരോന്നായി ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത് കപ്പയാണ്. കപ്പ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചതാണല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. കപ്പ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉണ്ണിത്തണ്ട് കട്ട് ചെയ്തത് ആഡ് ചെയ്യാം. ഇതും ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്യാം. ശേഷം നമ്മളെ പച്ചക്കായ നമുക്ക് ആഡ് ചെയ്യാം. ഇനി നമ്മുടെ പപ്പായ ആഡ് ചെയ്യാം. അങ്ങനെ എല്ലാം ആഡ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട്
ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്ക് വീണ്ടും കുക്കർ അടച്ച് വെച്ച് ഒരു 4 വിസിൽ വരെ നമുക്ക് വേവിച്ച് എടുക്കാം. അങ്ങനെ നമ്മളെ 4 വിസിൽ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ അരച്ചെടുക്കാം. തേങ്ങ ചിരകിയത്, പച്ചമുളക് 4 എണ്ണം, വറ്റൽമുളക് 2 എണ്ണം, പിന്നെ ചെറിയുള്ളി ഒരു 12 എണ്ണം, പിന്നെ വെളുത്തുള്ളി ഒരു 3 ചെറിയ അല്ലി, പിന്നെ കുരുമുളക്, വറ്റൽമുളക് എന്നിവ നമുക്ക് കുറച്ച് ജീരകം, ഒരു 1/2 സ്പൂൺ ജീരകം ഇട്ട് നമുക്ക് തേങ്ങ പേസ്റ്റ് ആക്കാം. തേങ്ങ പേസ്റ്റ് ആക്കിയതിന് ശേഷം നമ്മൾ കുക്കർ വിസിലെല്ലാം അടിച്ചിട്ടുണ്ട്. അത് മാറ്റി ആവിയെല്ലാം പോയതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച തേങ്ങ മിക്സ് ഇതിലേക്ക് ചേർക്കാം. തേങ്ങ മിക്സ് ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു തള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ കടുക് പൊട്ടിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. പിന്നെ വേപ്പിലയും വറ്റൽമുളകും ചേർക്കാം. ശേഷം ഇത് നമുക്ക് കൂട്ടാനിലേക്ക്